ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിൽ ജയം ലഭിക്കുന്നില്ല, ആവർത്തിച്ച് പരാജയം സംഭവിക്കുന്നു. आप अगर कुछ भी कार्य करते हैं, कुछ भी चीज करते हैं, लेकिन उस सब में गड़बड़ी होता है, असफलता होता है, किसी में भी आप विजय को प्राप्त नहीं कर पाते हैं. മറ്റൊരു അടയാളമാണ്, ഒരു കാര്യത്തിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്നില്ല. യു ഷാൽ നോട്ട് പ്രോസ്പർ ഇൻ യുവർ വേസ്. നിന്റെ വഴികളിൽ നിനക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്നില്ല. और आपके किसी भी रास्ते में आपको सफलता नहीं मिलता. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നിന്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കുവാൻ നിനക്ക് കഴിയുന്നില്ല, വെൽത്ത് നിനക്കുണ്ടാകുന്നില്ല, വരുന്നതെല്ലാം ചോർന്നു പോകുകയാണ്. और आपकी कमाई वो बढ़ नहीं रही है, आप कमाते हैं लेकिन वो सब खत्म हो जाता है, आपको वेल्थ नहीं है. നിനക്ക് ദിനംതോറും ഇൻകം ജനറേറ്റ് ചെയ്യുവാനുള്ള എബിലിറ്റി ഇല്ലാതെയായി തീരുകയാണ്. നിനക്ക് വെൽത്ത് ഇല്ല എന്നത് മാത്രമല്ല, ഡെയിലി ഇൻകം നിനക്ക് ജനറേറ്റ് ചെയ്യുവാനുള്ള എബിലിറ്റി പോലും നഷ്ടമാകുന്നു. और आपके जीवन में हर रोज जिंदगी के लिए जो आवश्यक है वो इनकम भी जनरेट आप नहीं कर पा रहे हैं. രോഗങ്ങളുടെ മേഖല, അപ്പനിലുണ്ടായിരുന്ന രോഗം തന്നെ മകനിലും വെളിപ്പെടുന്നു. पिता के पास जो बीमारी था वही बेटे के जीवन में, അമ്മൂമ്മയിലുണ്ടായിരുന്ന അതേ രോഗം തന്നെ മകളിലും കൊച്ചുമകളിലും വെളിപ്പെടുന്നു. और दादी के जीवन में जो बीमारी था वही छोटी बेटी के जीवन में, पोती के जीवन में. നിന്റെ കൈവശമുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആകുന്നില്ല. നീ ഒരു കൃഷിക്കാരനാകുന്നുവെങ്കിൽ നിന്റെ ആ കൃഷിസ്ഥലത്ത് എത്ര കൃഷി ചെയ്താലും നിനക്ക് നല്ല ഫലം ലഭിക്കുന്നില്ല. और आप अच्छा एक किसान है लेकिन आप जो कुछ भी करते अच्छा उपज नहीं मिल रहा है. നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ളവർ നിന്നെ ഞെരുക്കുകയാണ്, ഒപ്രസ് ചെയ്യുകയാണ്. और आप जिस देश में है वहां के चारों ओर के लोग आपको तनाव में डालते हैं, सताव करते हैं. മറ്റുള്ളവർ അതിക്രമിച്ച് കയറി നിനക്കുള്ളത് തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. दूसरे लोग आकर आपका जो अपना है उसको लेकर चले जा रहे हैं. നിന്റെ ഭാഗത്ത് നിൽക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലാതെയാകുകയാണ്. और आपके लिए खड़ा होने के लिए, आपके लिए बोलने के लिए कोई नहीं है. ഏതെങ്കിലും ഒരു സംഘർഷം വരുന്ന സന്ദർഭത്തിൽ നോ വൺ വിൽ സ്പീക്ക് അപ്പ് ഫോർ യു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. और एक जब प्रश्न आता है, आपके लिए बोलने के लिए, आपके साथ खड़ा होने के लिए कोई नहीं है. അപ്പനും അമ്മയും മക്കളും പല സ്ഥലങ്ങളിൽ പാർക്കുന്നു, ഒന്നിച്ചു പാർക്കാൻ കഴിയുന്നില്ല. और माँ पिताजी बच्चे लोग एक साथ नहीं रह पाते, वो अलग अलग जगह में रहते നീ हैं. ഒരു വീട് വാങ്ങുന്നു, പക്ഷെ നിനക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. आप एक घर खरीदते हैं लेकिन वो घर में रह नहीं सकते. നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നു, പക്ഷെ നിനക്ക് അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. आपके जीवन में कुछ भलाई होता है लेकिन वो आप अनुभव नहीं कर पाते. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, मैंने जो बातें कहा इसमें से कोई भी एक लक्ष्य आपके जीवन में है. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷവും വർഷങ്ങളായി യേശുവിനെ അനുഗമിക്കുന്നു, എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു സ്വാതന്ത്ര്യം വന്നിട്ടില്ല. മുൻ തലമുറകളിൽ നിന്നുള്ള എന്തൊക്കെയോ സ്വാധീനങ്ങൾ നിങ്ങളെ ഞെരുക്കുകയാണ് എന്നത് വ്യക്തമാകുന്നു. और आप यीशु मसीह को उद्धारकर्ता स्वीकार किए, लेकिन बहुत साल होने के बाद भी ये सब बातें आपको तकलीफ दे रहा है, तनाव दे रहा है, तो ये दिखाता है कि पीढ़ीगत कुछ बातें आपका पीछा कर रहा है. ഇതിൽ നിന്ന് എങ്ങനെ നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും? इससे आप किस प्रकार से छुटकारा प्राप्त कर सकते हैं? നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, आपको ध्यान देने वाली एक बात है. ഇനി പറയുന്ന ചില കാര്യങ്ങൾ മുഖാന്തരം മുൻ തലമുറകളിൽ നിന്ന് ഒരു ജനറേഷണൽ ഇഷ്യൂ നിന്റെ മേൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. आपको ये अभी जो बातें बोला उससे आपको ध्यान देना है, क्या पीढ़ीगत ऐसे कुछ श्राप मेरे जीवन में आ रहा है या नहीं. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ നിനക്കത് പരിഹരിക്കുവാൻ കഴിയും. तब आप प्रार्थना में उससे जय ले सकते हैं. യേശുക്രിസ്തു കാൽവറിയിൽ നിനക്ക് വേണ്ടി ചെയ്തത് നിന്റെ ജീവിതത്തിൽ നിനക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ കഴിയും, നടപ്പിലാക്കുവാൻ കഴിയും. यीशु मसीह ने जो कैलवरी क्रूस पर किया वो अपने जीवन में आप ले सकते हैं. രക്ഷിക്കപ്പെട്ടതിനു ശേഷവും ഇപ്പോഴും ഞാൻ പറഞ്ഞ അടയാളങ്ങളിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ തുടരുകയാണ്. എന്തൊക്കെയോ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നു. और आप उद्धार को पाए हैं लेकिन अभी भी आपके जीवन में कुछ बहुत सारी बातें बाधा जैसे खड़ा है. മുൻ തലമുറകളെ ശ്രദ്ധിക്കുക. മുൻ തലമുറകളിൽ
ബ്ലഡ് ഷെഡ് നടന്നിട്ടുണ്ടോ? രക്തച്ചൊരിച്ചിലുകൾ നടന്നിട്ടുണ്ടോ? आप देखिए आपके पिछले पीढ़ी में क्या वहां पे कुछ हत्या हुआ है। ആമേൻ. കായീൻ എങ്ങനെയാണ് ശപിക്കപ്പെട്ടവനായി തീർന്നത്? ഹാബേലിന്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട്. काइन किस प्रकार से शापित हुआ? क्योंकि वो आबेल का रक्त को बहाया। മുൻതലമുറകളിൽ ലൈംഗിക പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? लैंगिक पाप पिछले पीढ़ियों में हुआ है या नहीं? ആമേൻ. കനാൻ, നോഹയുടെ ഗ്രാൻഡ്സൺ ആകുന്ന കനാൻ എങ്ങനെയാണ് ശപിക്കപ്പെട്ടവനായി തീർന്നത്? അവിടെ അപ്പന്റെ നഗ്നത കാണുവാൻ മകൻ തയ്യാറായതുകൊണ്ട് തലമുറകൾ ശപിക്കപ്പെട്ടവരായി തീർന്നു. और कनान किस प्रकार से शापित हुआ? क्योंकि वो अपने पिता का नग्नता देखा और विकृति वहां पर आई। ആമേൻ. വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ടോ? അന്യദൈവ സേവ ചെയ്തിട്ടുണ്ടോ? അത് തലമുറകളുടെ മേൽ ശാപം കൊണ്ടുവരും. आपने क्या मूर्ति पूजा किया है, जादू टोना किया, ये सब आपके पीढ़ी में श्राप लेकर आएगा। ജെസബേൽ സ്പിരിറ്റ് പല വീടുകളിലുമുള്ള ഒരു സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. സ്ത്രീകൾ മേധാവിത്വം നടത്തുന്നു. ജെസബേൽ സ്പിരിറ്റ് തലമുറകളുടെ മേൽ ശാപം കൊണ്ടുവരും. और जसबेल की आत्मा ये कई घरों में हम देख सकते हैं। वहां के स्त्री वो जो घर के ऊपर अधिकार चढ़ाती है। arrogance and proud. മുൻ തലമുറകളിലുള്ളവർ വളരെ അരഗന്റ് ആയിരുന്നു, വളരെ അഹങ്കാരികളായിരുന്നു, നിഗളികളായിരുന്നു. അവരുടെ അഹങ്കാരം നിഗളം അടുത്ത തലമുറകളിൽ ശാപം കൊണ്ടുവരും. और घमंडी और कठोर, अगर आपके पीढ़ीगत पुराने लोग ऐसे थे तो उसके द्वारा भी दूसरे पीढ़ी के ऊपर श्राप आ सकता है। നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശാപം കൊണ്ടിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ദൈവദാസന്മാർക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ, ദൈവ സഭകൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ. അവരുടെ മേൽ തലമുറകളുടെ മേൽ ശാപങ്ങൾ വരും. और एक बात जो हमारी पीढ़ी में अभी देख रहे हैं, जो लोग परमेश्वर के दास के विरुद्ध, कलीसिया के विरुद्ध, परमेश्वर के जन के विरुद्ध कार्य करते हैं, बोलते हैं, उनके जीवन में, उनके पीढ़ी में बड़ा श्राप को ले आता है। എൻ്റെ പ്രിയ സുഹൃത്താകുന്ന ഒരു ദൈവദാസന്റെ ശുശ്രൂഷയിൽ ഒരു യൗവനക്കാരൻ വിടുവിക്കപ്പെട്ടു. और पिछले दिनों में मेरे प्रिय एक मित्र के सेवकाई में एक जवान लड़का, उसको छुटकारा അവനൊരു मिला। ബിസിനസ്സുകാരനായിരുന്നു. वो एक बिजनेस करने वाला था, എന്നാൽ അവന്റെ ബിസിനസ് ഒരിക്കലും അഭിവൃദ്ധിപ്പെടുന്നില്ല. लेकिन उसके बिजनेस में कभी सफलता नहीं मिलता। കടം മാറുന്നില്ല. उसका जो कर्ज है कभी नहीं जाता। ഈ പാസ്റ്ററിനെ അനുഗ്രഹിച്ചു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ये पास्टर वो बेटे को फिर आशीष देकर प्रार्थना कर रहे हैं, അവന്റെ മേൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. लेकिन वो बेटे के जीवन में कोई बदलाव नहीं। ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർക്ക് ഒരു ചോദ്യം ചോദിക്കുവാൻ ബോധ്യം ലഭിച്ചു. और कुछ दिनों के बाद ये पास्टर ने ये बेटे से एक प्रश्न पूछा, നീ ദൈവദാസന്മാരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? क्या तुमने कभी किसी भी परमेश्वर के दास को दुख पहुंचाया है? അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. वो लड़का रोने लगा। ശരിയാണ്. बोला ठीक है। ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു വളരെ സാധുവാകുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. हमारे गांव में बहुत ही एक निष्कलंक एक परमेश्वर का दास ഞങ്ങൾ था। ആ നാട്ടിലെ സമ്പന്നരായിരുന്നു. हम उस देश के, हम उस गांव के बहुत ही धनी लोग ഒരിക്കൽ थे। ഞാൻ വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ एक दिन जब मैं घर में नहीं था, ഈ പാസ്റ്റർ സുവിശേഷം പറഞ്ഞു പറഞ്ഞ് വീടുകൾ സന്ദർശിക്കുമ്പോൾ എൻ്റെ വീട്ടിലും കയറി. और ये पास्टर जो है घर में जाकर सुसमाचार सुनाते थे, और एक दिन मेरे घर में भी आया। എൻ്റെ പിതാവിനോടും മാതാവിനോടും സുവിശേഷം പറഞ്ഞു. मेरे माता पिता से इन्होंने सुसमाचार सुनाया। അല്പസമയം കഴിഞ്ഞ് ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ जब उसके थोड़े देर के बाद मैं जब घर पहुंचा, എൻ്റെ മാതാവും പിതാവും അതിനെക്കുറിച്ച് പറഞ്ഞു. मेरे माता पिता ने इसके बारे में मुझसे कहा। എനിക്ക് ഭയങ്കര കോപമുണ്ടായി. मुझे बहुत गुस्सा आया। പാരമ്പര്യ ക്രിസ്ത്യാനികളാകുന്ന ഞങ്ങളുടെ വീട്ടിൽ, मैं जो नॉमिनल एक क्रिश्चियन हूँ, मेरे घर में, ഞങ്ങളുടെ വീട്ടിൽ വന്ന് സുവിശേഷം പറയാൻ അയാൾ ആരാണ്? हमारे घर में आकर सुसमाचार बोलने के लिए वो व्यक्ति कौन है? ഇന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. आज मैं जरूर उससे पूछूंगा। ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു. मैं मेरे दोस्तों को ഞങ്ങൾ बुलाया। ഒരുമിച്ച് ആ പാസ്റ്ററുടെ വീട്ടിലേക്ക് പോയി. हम मिलकर वो पास्टर के घर गए। ഒരു കൊച്ചു കുടിലിൽ താമസിക്കുന്ന മനുഷ്യൻ. वो छोटा सा एक झोपड़ी में रहता ഇയാൾ है। എൻ്റെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു. तो मैंने पूछा, तुम मेरे घर आकर ഞങ്ങൾ ആ सुसमाचार വീട്ടിൽ सुनाए। കയറി ആ പാസ്റ്ററെ ചീത്ത പറഞ്ഞു. हम उस घर में बहुत गाली दी उनको, ഞാൻ കഴുത്തിന് പിടിച്ച് തള്ളി. और मैंने उनके गले में पकड़कर ऐसा ठेल दिया, അദ്ദേഹം മറിഞ്ഞു വീഴുകയുണ്ടായി. वो गिर गए नीचे। അതിനുശേഷം ഒറ്റ ദിവസം എൻ്റെ വീട്ടിൽ വന്നു പോരുന്നു പറഞ്ഞിട്ട് ആ വീട് വിട്ടിറങ്ങിപ്പോന്നു. और मैंने उनसे कहा, और कभी मेरे घर में नहीं आना है कर मैं वो घर से निकल गया। ഈ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. ये छोटा लड़का जो है वो रोने लगा। എൻ്റെ സുഹൃത്താകുന്ന പാസ്റ്റർ പറഞ്ഞു,
मेरे पास्टर ने मुझसे कहा നമുക്കിപ്പോൾ തന്നെ ആ ദൈവദാസന്റെ വീട്ടിലേക്ക് പോകാം. चलो अभी हम वो परमेश्वर के दास के घर जाएंगे. വർഷങ്ങൾക്ക് മുന്നമേ നടന്ന സംഭവമാണ്. बहुत साल पहले की घटना था वो. ഇവർ രണ്ടുപേരും കൂടെ ആ വീട്ടിലേക്ക് പോയി. ये दोनों मिलकर वो जो परमेश्वर के दास के घर गया. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ കുടിലില്ല മെച്ചമാകുന്ന ഒരു വീടായി തീർന്നിരിക്കുന്നു. अभी वहां पर वो झोपड़ी नहीं एक अच्छा घर बन गया है. അകത്ത് ചെന്നപ്പോൾ പ്രായമുള്ള പാസ്റ്റർ അവിടെ ഉണ്ട്. और वहां पर जब वो अंदर गए तो एक बुजुर्ग एक पास्टर वहां बैठे थे. ദൈവദാസന്റെ കാൽക്കൽ വീണ് ഈ ചെറുപ്പക്കാരൻ ക്ഷമ ചോദിച്ചു. और वो पास्टर के पैरों में गिरकर ये जवान लड़का क्षमा मांगा. ആ ദൈവദാസൻ കണ്ണുനീരോടുകൂടി അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. और वो परमेश्वर का दास आंसुओं के साथ ये बेटे को आशीष देकर प्रार्थना किया. അന്നു മുതൽ അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായി. उस दिन से वो लड़के के जीवन में बदलाव हुआ. ബിസിനസ് അഭിവൃദ്ധിപ്പെടുവാൻ തുടങ്ങി. उसके व्यापार में बहुत बड़ी सफलता हुआ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ बहुत सालों के बाद അവൻ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. अभी वो भी सुसमाचार വടക്കേന്ത്യയിൽ സുവിശേഷം പ്രവർത്തിക്കുന്ന ദൈവദാസനാണ്. में सेवकाई करता है. ആമേൻ ഹല്ലേലൂയ. ദൈവദാസന്മാരെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. आप अगर कभी भी अपने जीवन में परमेश्वर के दासों को सताव किया है, दुख पहुंचा है, कितने भी परमेश्वर के दास लोग आपके लिए प्रार्थना करें, आप आशीष नहीं അതിൽ നീ पाएंगे. മാനസാന്തരപ്പെട്ട് ആ ദൈവദാസനോട് ക്ഷമ ചോദിക്കാതെ നിനക്ക് വിടുതലുണ്ടാകത്തില്ല. उसमें तुम्हें पश्चाताप आना है और वही पास्टर से जाकर तुम्हें क्षमा मांगना है. സഭാ വഴക്കുകളിൽ ഇടപെടുന്നവരുണ്ട്. സഭയിൽ കമ്മിറ്റിക്കാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു, പാസ്റ്ററുമായി വഴക്കുണ്ടാകുന്നു. അതെല്ലാം ശാപം കൊണ്ടുവരുന്ന കാര്യമാണ്. और कलीसिया के अंदर भी कमेटी में पास्टर से वो लोग लड़ाई करते, गाली देते, ये सिर्फ श्राप को लेकर आता है. നീ അതിൽ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്ക്, മാനസാന്തരപ്പെട്. कभी भी आपके जीवन में ऐसा कुछ घटना हुआ है, आपको जाकर क्षमा मांगना है. എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ആമേൻ, ഞങ്ങളുടെ തലമുറയിലെല്ലാം ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം നശിക്കുകയാണ്, ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തെ അന്വേഷിച്ചവരാണ്. और एक लड़के ने हमें बुलाकर बोला कि हमारी जो पीढ़ी है सब लोगों के जीवन में असफलता हो रहे, लेकिन हमारे माता पिता परमेश्वर की सेवकाई करने वाले लोग थे. ഞാൻ ചിന്തിച്ചു, മാതാപിതാക്കൾ ദൈവത്തെ സേവിച്ചിട്ട് തലമുറകൾ നശിക്കുകയോ? അതല്ലല്ലോ ബൈബിൾ പഠിപ്പിക്കുന്നത്. तो मैंने सोचा माता पिता परमेश्वर का आराधना करने वाले लोग, तो उनके पीढ़ी किस प्रकार से नाश हो सकता है? वचन में ऐसा तो लिखा नहीं है. ആ വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ മൂത്ത സഹോദരൻ ദുബായിലാണ്, മദ്യപാനം. ഇപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ, പെന്തക്കോസ്തുകാരൻ, മദ്യപാനം. ഒടുവിൽ ജോലി നഷ്ടപ്പെട്ടു, മദ്യപിച്ച്. उनका बड़ा भाई वो दुबई में है, वो शराबी हो गया, शराब पीता है. उसका पत्नी उससे बहुत ही कष्ट उठा रहा है. और ये आदमी जो है वो एक विश्वासी था, फिर भी वो अब शराब की आदत को छोड़ नहीं पा रहा. ഇളയ മകൻ നാട്ടിൽ മദ്യപാനി, കല്യാണം പോലും നടന്നിട്ടില്ല. और छोटा जो उसका भाई है वो अपने घर में है, वो भी पीता है, शराबी है, उसका शादी भी नहीं हुआ. മാതാപിതാക്കൾ വിശ്വാസികൾ. और माता पिता वो विश्वासी लोग. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? यहाँ पर क्या हो रहा है? ഇവിടെ പല കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ആവശ്യമില്ലാതെ സഭാ വഴക്കിലൊന്നും കേറി ഇടപെടരുത്. यहाँ पर आपको ध्यान देना है. अगर कलीसिया के अंदर भी कुछ बातें होता है, कलीसिया के अंदर कभी भी लड़ाई झगड़े में आपको इंटरफियर नहीं करना है. കമ്മിറ്റിക്കാരൊക്കെ അടിയുണ്ടാക്കുമ്പോൾ ഇറങ്ങി ഓടിക്കോണം. കർത്താവേ, ഞങ്ങളുടെ സഭയെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ഓടിക്കോണം. अगर कमेटी में भी कुछ इधर उधर गाली होता है, आपको उसका बीच में कुछ नहीं बोलना है. आपको उधर से बाहर निकलकर बोलना है कि प्रभु हमारे कलीसिया में शांति दे. നിന്റെ മേൽ മാത്രമല്ല, നിന്റെ തലമുറകൾ അതിന്റെ പരിണത ഫലം നീ അനുഭവിക്കും. आपके ऊपर बस नहीं, आपके पीढ़ी भी उसका प्रभाव हो सकता है. വീട്ടിലിരുന്ന് ദൈവദാസന്മാരെ കുറ്റം പറയരുതേ. कभी भी परमेश्वर के दास लोग के विरुद्ध में आपके घर में बैठकर कुछ नहीं बोलना है. നീ മാത്രമല്ല, നിന്റെ തലമുറ അത് അനുഭവിക്കും. क्योंकि तू बस नहीं, तेरे बच्चे भी उसके प्रभाव में आएंगे. ഇതൊന്നും വലിയ വലിയ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ പൊട്ടുന്നതല്ല. ये बातें जो है, अगर कोई बड़े पास्टर भी आकर प्रार्थना करे, ये कुछ टूटेगा नहीं. മാനസാന്തരപ്പെടാൻ തയ്യാറാകുകയാണ്. आपको पश्चाताप करना पड़ेगा. ക്ഷമ ചോദിക്കാൻ आप തയ്യാറാകുകയാണ്. क्षमा पूछना पड़ेगा. റെസ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാൻ തയ്യാറാകുകയാണ്. आपको कुछ देना है, लेना है, उसको करना पड़ेगा. അങ്ങനെയെങ്കിലേ ആ ശാപങ്ങൾ പൊട്ടത്തുള്ളൂ. उसी समय वो शाप टूटेगा. വിശ്വാസത്തിൽ വന്നതിന് ശേഷം അനേകർ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്.
विश्वास में आने के बाद भी ऐसे कई बातों में बहुत सारे विश्वासी लोग फंसे हुए हैं। ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ये आवाज को सुनने वाले कोई भी ऐसे एक अवस्था से अब जाते हैं, ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാകട്ടെ. आज आपके छुटकारे का दिन है। നിങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളെ തകർക്കുന്ന, आपके आंतरिक तनाव को टुटाने के लिए ക്രൂശിന്റെ സാധ്യതകൾ ഇപ്പോൾ വീട്ടിൽ വെളിപ്പെടട്ടെ. क्रूस पर जो संभावनाएं आपके घर में वो प्रकट हो जाए। മുൻ തലമുറകളിൽ നിന്ന് വരുന്ന ശാപത്തിന്റെ ശക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ. पिछले पीढ़ियों से आने वाले श्राप की शक्ति टूट जाए। യേശു ക്രിസ്തുവിൻ നാമത്തിൽ യഥാർത്ഥമാകുന്ന അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇപ്പോൾ പുറപ്പെടട്ടെ. यीशु मसीह के नाम से सच्चाई में जो आशीष आना है आपके ऊपर आने पाए। ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, जब हम गलातियों उसके 3 अध्याय में जब जाते हैं, 13 മുതലുള്ള വാക്യങ്ങൾ, उसका 3 पद, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. गलातियों 3 उसका 13 से, मसीह ने जो हमारे लिए शाप बना हमें मोल लेकर व्यवस्था की शाप से छुड़ाया, क्योंकि लिखा है जो कोई काट पर लटकाया जाता है वो श्रापित है। यह इसलिए हुआ कि अब्राहम की आशीष मसीह यीशु में अन्य जाति तक पहुंचे। അബ്രഹാമിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹമാണ്. अब्राहम से निकलने वाली वो आशीष, ന്യായപ്രമാണത്തിന്റെ ശാപമല്ല. वो व्यवस्था की शाप नहीं है। മോശയുടെ ന്യായപ്രമാണത്തിന് ഇനി നിന്റെ മേൽ വാഴ്ചയില്ല. मूसा के द्वारा हुआ जो व्यवस्था है तुम्हारे ऊपर काम नहीं कर सकता। അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ മേൽ വരുന്നു. अब्राहम से जो आशीष वो तुम्हारे ऊपर आता അബ്രഹാമിനോട് है। ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ബ്ലെസ്സിംഗ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇപ്പോൾ പകരപ്പെടട്ടെ. अब्राहम से परमेश्वर ने कहा कि तू अपने घराने अपने देश को छोड़कर मैं जो देश को दिखाऊंगा वहां पर जाओ, और मैं जो जो कहता हूं उसको करो, तब तुम पूरे धरती में आशीषित पाओगे, तुम्हारे नाम से लोग आशीष होंगे। तो अब्राहम की आशीष प्रभु हमारे जीवन में देना चाहता है। ഞാൻ മുന്നോട്ട് പോകട്ടെ. ആന്തരിക സംഘർഷങ്ങളുടെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാരണം റിജക്ഷൻ ആകുന്നു. और आंतरिक जो घाव है उसका कारण, दूसरा जो कारण है वो है तिरस्करण। തിരസ്കരണം ഒരു വളരെ പ്രധാനപ്പെട്ട ആന്തരിക മുറിവിന്റെ കാരണമാകുന്നു. അമ്മയുടെ ഉദരം മുതൽ പലരും തിരസ്കരിക്കപ്പെട്ടവരാകുന്നു. ആ തിരസ്കരണം മുഖാന്തരമായിട്ട് അവർ ആന്തരിക മുറിവുകൾ അനുഭവിക്കുന്നു. और तिरस्करण जो है वो एक बड़ी विषय है। बहुत लोग माँ के कोख से ही तिरस्कृत होते हैं, जिससे वो अपने जीवन में हर दम तिरस्करण का अनुभव करते हैं। തിരസ്കരണം ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സ്നേഹം ലഭിക്കാതെ വരുന്ന അവസ്ഥ. और तिरस्करण होना उससे उसका बड़ा एक कारण है कि जो प्रेम आपको मिलना है, जो प्यार आपको मिलना है वो नहीं मिलता। സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമാകുന്നു. जो प्यार है वो हमारी बढ़ोतरी के लिए बहुत ही आवश्यक एक बात है। അമ്മയുടെ ഉദരം മുതൽ തന്നെ നമുക്ക് സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ്. माँ के कोख से ही एक व्यक्ति को प्यार की जरूरत है। അപ്പന്റെ സ്നേഹം ആവശ്യമാണ്, അമ്മയുടെ സ്നേഹം ആവശ്യമാണ്. पिता का प्यार उसको चाहिए, माँ का प्यार चाहिए। ആമേൻ. വളർച്ചയുടെ ഘട്ടത്തിൽ സഹോദരി സഹോദരൻ വീട്ടിലുള്ള സിബ്ലിംഗ്സിന്റെ സ്നേഹം ആവശ്യമാണ്. और जब वो बच्चा घर में बैठता है उसका भाई बहन से उसको प्यार की जरूरत है। സ്കൂളിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരുടെ സ്നേഹം ആവശ്യമാണ്. और जब वो स्कूल में जाता है दोस्तों का प्यार उसे चाहिए। വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം ആവശ്യമാണ്. और शादी के बाद पति या पत्नी का प्यार उसे चाहिए। കുട്ടികളാകുമ്പോൾ കുട്ടികളുടെ സ്നേഹം ആവശ്യമാണ്. और एक बच्चा होने के बाद बच्चे का प्यार उसे चाहिए। ഗ്രാൻഡ് ഫാദർ ആകുമ്പോൾ ഗ്രാൻഡ് മദർ ആകുമ്പോൾ ഗ്രാൻഡ് ചിൽഡ്രന്റെ സ്നേഹം ആവശ്യമാണ്. और जब वो दादा दादी बन जाते हैं तो पोते पोती का प्यार उसे चाहिए। അമ്മയുടെ ഉദരം മുതൽ മരണസമയം വരെയും സ്നേഹം ആവശ്യമുള്ളവരാകുന്നു മനുഷ്യർ.
एक माँ के कोख से उत्पन्न होने के समय से मृत्यु तक एक व्यक्ति को प्यार की जरूरत है। എന്നാൽ പലർക്കും ആ ഗുണമേന്മയുള്ള സ്നേഹം ലഭിക്കാതെ പോകുന്നു. लेकिन कईयों को वो प्यार नहीं मिलता. ആ സ്നേഹം ലഭിക്കാതെ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ പോകുന്നു. और प्यार नहीं मिलता, प्यार की अभाव सबसे ज्यादा होता है. माता या पिता से प्यार नहीं मिलना. 0 മുതൽ 7 വയസ്സ് വരെയാണ് ആ കുട്ടിയുടെ സോൾ ഫോർമേഷന്റെ സമയം, ഫോർമേറ്റീവ് ഇയേഴ്സ്. और 0 से लेकर 7 साल तक फॉर्मेटिव इयर्स या रचनात्मक समय होता है. ആ സമയത്താണ് അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ആ കുട്ടിക്ക് ധാരാളമായി ആവശ്യമായിരിക്കുന്നത്. और उस समय वो बच्चे को खास कर माता पिता का प्यार उसे चाहिए. അവിടെ ആയിരിക്കുന്ന ആ വളർച്ചയുടെ ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് ചിലപ്പോൾ സ്നേഹം ലഭിക്കാതെ വരുന്നു. അതിന്റെ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്നാമതായിട്ട് ലവ് ഡെഫിസിറ്റ് because of absence of parents. മാതാപിതാക്കളുടെ അസാന്നിധ്യം മുഖാന്തരമായിട്ട് കുട്ടിക്ക് സ്നേഹം ലഭിക്കാതെ വരുന്നു. कई बार इस समय में बच्चे की बढ़ोतरी में उसको प्यार नहीं मिलता. उसका एक कारण हो सकता है, प्यार की अभाव होने का सबसे पहला कारण हो सकता है माता पिता के अनुपस्थिति. അപ്പൻ ഒരു പക്ഷെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ അമ്മ ജോലി സ്ഥലത്തായിരിക്കും. അത് മുഖാന്തരമായിട്ട് ഒരു പേരൻറ്റിൻ്റെ ആബ്സെൻസോ അല്ലെങ്കിൽ 2 പേരൻസിൻ്റെയും രണ്ട് പേരുടെയും ആബ്സെൻസോ മുഖാന്തരമായിട്ട് കുട്ടിക്ക് സ്നേഹം ലഭിക്കാതെ വരുന്നു. हो सकता है पिता दूसरे जगह में नौकरी के लिए गए हैं, या माँ दूसरे जगह में है, या माता पिता दोनों बच्चे के पास नहीं, वो नौकरी में गए हैं. तो इससे वो बच्चे के जीवन में माता पिता का प्यार का मिलने में अभाव होता है. ഞാൻ ഒരിക്കൽ ഒരു പട്ടണത്തിലായിരുന്നപ്പോൾ, വടക്കേ ഇന്ത്യയിലെ ഒരു പട്ടണത്തിലായിരുന്നപ്പോൾ, അവിടെ ആ പാസ്റ്ററുടെ വീട്ടിൽ ഒരു 14 വയസ്സുള്ള ഒരു ബാലകനെ ഞാൻ കണ്ടുമുട്ടി. അവൻ അവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് ആ വീട്ടിൽ നിൽക്കുകയാണ്, സ്കൂളിൽ അവധിയായതുകൊണ്ട്. और मैं किसी एक शहर में था, एक घर पे था, तो मैंने 14 साल का एक लड़का से मिला. वो वहां पर किसी हॉस्टल में पढ़ रहा था. വീട്ടിൽ ഞാനായിരുന്ന 1-2 ദിവസം ഞാൻ ഇവനെ ശ്രദ്ധിച്ചു. അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ പപ്പായും മമ്മിയും സൗദി അറേബ്യയിലാകുന്നു എന്ന്. 2-3 दिन जब मैं वहां पर रखा, वो लड़के से बातचीत किया, तो मुझे समझ में आया कि ये बेटा का पापा मम्मी सऊदी अरबिया में नौकरी करते हैं. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അവനോട് ചോദിച്ചു. ज्यादा बातें मैंने उससे पूछा. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോയി. तो उसने कहा कि मेरी माँ मेरे जन्म होने के 3 महीने के बाद ही नौकरी के लिए सऊदी अरेबिया चली गई. എൻ്റെ വല്യമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. मेरी दादी ने मुझे देखभाल किया. വല്യമ്മച്ചി എന്നെ വളർത്തുമ്പോൾ എന്നെ ഒത്തിരി സ്നേഹിച്ചു. मेरे दादी जब मुझे पाल रही थी बहुत प्यार किया. പക്ഷേ ഞാൻ അനുസരണക്കേടുള്ളവനായിരുന്നു. അമ്മച്ചിക്ക് ഞാനൊരു തലവേദനയായിരുന്നു. लेकिन मैं दादी का बात नहीं सुनती थी और मैं उनके लिए एक सिर दर्द बन गया. ഓർക്കുക, ഒരിക്കലും അമ്മയുടെ സ്നേഹം വല്യമ്മച്ചിക്ക് കൊടുക്കാൻ കഴിയത്തില്ല. आप याद रखें, कभी भी एक माँ का प्यार एक दादी नहीं दे सकती. ആമേൻ. അപ്പന്റെ സ്നേഹം ഒരിക്കലും വല്യപ്പച്ചന് കൊടുക്കാൻ കഴിയത്തില്ല. एक पिता का प्यार दादा नहीं दे सकता. ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ വല്യമ്മച്ചിലൂടെ അമ്മയുടെ സ്നേഹം ഈ മകന് ലഭിച്ചിട്ടില്ല. और ये बच्चे को कभी भी माँ का प्यार उसे नहीं मिला है. വല്യമ്മച്ചിക്ക് അത് കൊടുക്കാനും കഴിയത്തില്ല. और दादी वो दे भी नहीं सकती. അതുകൊണ്ട് ഈ കുഞ്ഞിനെ 5 വയസ്സായപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ വിട്ടു. तो ये बच्चा जब 5 साल का हो गया तभी उसको हॉस्टल में डाल दिया. എല്ലാവരും ഇവനെ കുറിച്ച് പറയുകയാണ്, ഇവൻ വഴക്കുണ്ടാക്കുന്നവനാണ്, ഇവൻ അനുസരിക്കാത്തവനാണ്. സൗദി അറേബ്യയിൽ അപ്പനും അമ്മയും വിളിച്ചിട്ട് പറയുന്നത്, നീ എന്താടാ വല്യമ്മച്ചിയെ അനുസരിക്കാത്തത്? എല്ലാവർക്കും തലവേദന ആയതുകൊണ്ട് അവനെ ഹോസ്റ്റലിൽ വിട്ടു. और सब लोग बुलाकर बोलते कि ये लड़का बात नहीं मानता, ये बहुत गड़बड़ करता है, सबके लिए सर दर्द है. माता पिता भी फोन में बुलाकर बोलते कि तू तेरे दादी का बात क्यों नहीं मानता, और इसे हॉस्टल में डाल दिया. പല ഹോസ്റ്റലുകളിലൂടെ യാത്ര ചെയ്താണ് അവന് ആ മഹാരാഷ്ട്രയിലെ ആ ഹോസ്റ്റലിൽ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എത്തിച്ചേർന്നത്. और बहुत से हॉस्टल में उसको डाल दिया. हॉस्टल में डालते डालते वो अभी महाराष्ट्र के एक हॉस्टल में भी पहुंच गया जहां पे मैंने उससे मिला. എല്ലാവരും ഇവനെയാണ് കുറ്റപ്പെടുത്തുന്നത്. सब लोग इसको दोषी ठहराते हैं. എന്നാൽ യഥാർത്ഥത്തിൽ
അവൻ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിച്ചിട്ടില്ല. लेकिन सच्चाई में उसे माता पिता का प्यार ही नहीं मिला है. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ അപ്പനും അമ്മയും നിന്റെ കൂടെ എത്ര നാൾ താമസിച്ചിട്ടുണ്ട്? मैंने वो बेटे से पूछा कि माता पिता दोनों मिलकर आपके साथ कितना साल रहे हैं. അവൻ എന്നോട് പറഞ്ഞു, അപ്പനും അമ്മയും ഒരുമിച്ച് ഇതുവരെയും താമസിച്ചിട്ടില്ല. കാരണം പപ്പായ്ക്ക് അവധി കിട്ടുമ്പോൾ മമ്മിക്ക് അവധി കിട്ടത്തില്ല, മമ്മിക്ക് അവധി കിട്ടുമ്പോൾ പപ്പായ്ക്ക് അവധി കിട്ടത്തില്ല. അവർ മാറി മാറിയാണ് ഓരോ വർഷവും വരുന്നത്. तो ये लड़के ने कहा, कभी भी मैं पापा मम्मी दोनों के साथ एक साथ कभी नहीं रुका, क्योंकि पापा को जब छुट्टी मिलता है मम्मी को नहीं मिलता, मम्मी को जब छुट्टी मिलता है पापा नहीं मिलते, तो ये लोग अकेला अकेला घर आते हैं. ഞാൻ അവിടുന്ന് പോകാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അവൻ എൻ്റെ കണ്ണിൽ ഉറ്റുനോക്കി. जब मैं वो उस घर से निकल रहा था, वो लड़के मुझे ध्यान से देखा. അവൻ എന്നിൽ ഒരു അപ്പനെ കണ്ടെത്തുകയായിരിക്കാം. हो सकता है वो मेरे अंदर एक पिता को ढूंढ रहा है, എന്നാൽ എനിക്ക് അവന്റെ അപ്പനാകുവാൻ കഴിയില്ല. लेकिन मैं उसका पिता नहीं बन അപ്പന്റെ सकता. സ്നേഹം എനിക്ക് അവന് കൊടുക്കാൻ കഴിയത്തില്ല. मैं एक पिता का प्यार उसे दे नहीं सकता. എനിക്ക് മനസ്സിലായി അവൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. तो मुझे लगा कि वो चाहता है कि मैं मुझे ऐसे चूम ले. ഞാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. मैंने उसको ऐसे गले में लगाया അവൻ എൻ്റെ ഈ കഴുത്തിന്റെ ഭാഗത്ത് അവൻ ആഞ്ഞു മുറുക്ക പിടിച്ചു. और वो मेरे ऐसे शोल्डर में बहुत जोर से पकड़ा. അവൻ അവന്റെ അപ്പന്റെ ഷോൾഡറിൽ അങ്ങനെ കിടന്നിട്ടുണ്ടോ? क्या कभी वो बेटा अपने पिता के जो शोल्डर में ऐसा कभी सोया है या नहीं? അപ്പന്റെ ഷോൾഡറിൽ അമ്മയുടെ ഷോൾഡറിലൊക്കെ കുഞ്ഞുങ്ങൾ മണിക്കൂറുകൾ കിടക്കണം. बच्चे को ये बहुत आवश्यक है कि वो माता पिता के कोख में शोल्डर में ऐसे लेटे रहे. എൻ്റെ വീട്ടിൽ ഒരിക്കൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി. ഡയറി മിൽക്കിനെ ചൊല്ലി ഒരു വഴക്കുണ്ടായി. और मेरे घर में जब मेरे दोनों बच्चे जब छोटे थे, दोनों में लड़ाई हुआ डेयरी मिल्क के लिए. ഇളയ മകളുടെ ഡയറി മിൽക്ക് മൂത്തവൾ തട്ടിയെടുത്തു. और छोटी बेटी का डेयरी मिल्क जो है बड़े वाली उसने ले लिया. ഇളയവൾ വിങ്ങി വിങ്ങി കരയുകയാണ്. और वो छोटी बेटी बहुत रो रही है. കരഞ്ഞോണ്ട് എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. और वो रोते रोते मेरे पास आए ഇങ്ങനെ കൈ നീട്ടി. और ऐसे हाथ को दिखाया. ഞാൻ അവളെ കോരിയെടുത്തു. मैंने उसे उठा लिया അവന്റെ തോളെ കിടന്നു. और वो मेरे शोल्डर पे लेटी ഞാൻ रही. അവളുടെ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു. तो मैंने इस प्रकार से उसको संभालती रही. അവൾ തോളിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആശ്വാസമായി കരച്ചിൽ നിന്നു ഇറങ്ങിപ്പോയി. और थोड़े समय तक वो रोती रही. मैंने भी उसको ऐसे आश्वासन दिया. थोड़े समय के बाद रोना बंद किया और खुद वो उतर कर चली गई. നിനക്ക് കരയാനൊരു തോൾ ആവശ്യമാണ്. आपको रोने के लिए एक शोल्डर की जरूरत है. ഈ ബാലകൻ എൻ്റെ തോളിൽ കിടക്കുമ്പോൾ ये बेटा जब मेरे शोल्डर पे है, ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവൻ അപ്പന്റെ തോളിൽ ഇതുപോലെ കിടക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്.